നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം ഗസയിൽ നിന്നുള്ള വാർത്തയിലേക്കാണ്. ഗസയിലെ സമാധാന കരാർ തകർന്നു. വീണ്ടും ആക്രമണത്തിന് ഉത്തരവിട്ട് ബെഞ്ചമിൻ നെതന്യാഹു. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, ഈ ആക്രമണമൊക്കെ അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ പാതയിലേക്ക് ഗസ മടങ്ങുകയായിരുന്നു. അതേസമയം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നത്? എന്താണ് ഇസ്രായേലിന്റെ ആരോപണം? തീർച്ചയായും ലോകം സമാധാനം ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഗസയിൽ വീണ്ടും ആക്രമണം നടത്താനായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിടുന്നത്. അത് ഇന്ന് അദ്ദേഹം അടിയന്തരമായി സൈനിക പ്രതിരോധ മേധാവികളുടെ യോഗം വിളിക്കുകയും ആ യോഗത്തിന് ശേഷം എടുത്ത നിർണായക തീരുമാനങ്ങൾ അല്ലെങ്കിൽ ലോകത്തെ ഞെട്ടിച്ച തീരുമാനമാണ് ഗസയിൽ വീണ്ടും ആക്രമണം നടത്തുക, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക, അതിനായിട്ട് ഏതറ്റം വരെയും പോവുക, കടുത്ത ആക്രമണം നടത്താനാണ് അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ആ സമാധാന കരാർ ഒക്ടോബർ 10 നിലവിൽ വന്ന സമാധാന കരാറിൻ്റെ പൂർണ്ണമായും നഗ്നമായുമുള്ള ലംഘനമായിട്ട് വേണം അതിനെ വ്യാഖ്യാനിക്കാൻ. കാരണം ആ സമാധാന കരാർ പ്രകാരം ഏറ്റവും സുപ്രധാനമായി വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബന്ദികളുടെ മോചനവും മൃതദേഹങ്ങൾ, ഇരു രാജ്യങ്ങളുടെയും മൃതദേഹങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുകയും എന്നുള്ളതായിരുന്നു. പക്ഷേ ആ കരാറിൻ്റെ ലംഘനമായി ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നത് മൃതദേഹങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിൽ ഹമാസ് വീഴ്ച വരുത്തി. ആ ഹമാസ് വീഴ്ച വരുത്തിയത് കൊണ്ട് തന്നെ കരാറിൻ്റെ ലംഘനമാണത്. അതുകൊണ്ട് തന്നെ ഇനി ഹമാസിനെ ഭൂമിയിൽ അവശേഷിപ്പിക്കുന്നതിന് അതിന് ആവശ്യമില്ല. കാരണം ഇസ്രായേൽ ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള മൃതദേഹങ്ങൾ കൈമാറ്റം ചെയ്യാൻ ഇപ്പോഴും ഹമാസ് മടിക്കുകയാണ്. അക്കാര്യത്തിൽ ഹമാസ് ഇപ്പോഴും അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, അത് കരാറിൻ്റെ ലംഘനമാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ആ കരാറിന് ലംഘനം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹമാസിന് നേരെ ഗസയിലേക്ക് അതിരൂക്ഷമായ ആക്രമണം നടത്താൻ, അതിശക്തമായ ആക്രമണം നടത്താൻ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശവും ആഹ്വാനവും നൽകിയിരിക്കുന്നത്. നേരെ മറിച്ച് മറുവശത്ത് ഹമാസ് പറയുന്നത് മൃതദേഹങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് ഇസ്രായേൽ സൈന്യം തന്നെയാണ് തടസ്സം, മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനും അത് കൈമാറ്റം ചെയ്യുന്നതിനും ഇസ്രായേൽ സൈന്യം അനുവദിക്കുന്നില്ല എന്നാണ് ഹമാസ് പറയുന്നത്. അതുകൊണ്ട് മൃതദേഹങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് താൽക്കാലികമായി ഇനി മുതൽ നിർത്തിവെക്കുകയാണ് എന്നുമാണ് ഹമാസിന്റെ സൈനിക മേധാവിയും സൈനിക സംഘവും പറയുന്നത്. എന്തായാലും രണ്ട് ഭാഗവും ഈ രൂപത്തിൽ നിൽക്കുന്നതിനാൽ സ്വാഭാവികമായും സമാധാന കരാർ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു, അല്ലെങ്കിൽ കരാർ ഇനി ഇല്ലാതാവുന്നു എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. യുദ്ധം വീണ്ടും തിരികെ വരികയാണ്. മറുവശത്ത് അമേരിക്കയെ സംബന്ധിച്ചും ട്രംപിനെ സംബന്ധിച്ചും ട്രംപിന്റെ അഭിമാന പ്രശ്നമായിരുന്നു ഗസയിൽ ഒരു സമാധാന കരാർ കൊണ്ടുവരിക, വെടിനിർത്തൽ കരാർ സാധ്യമാക്കിയെടുക്കുക എന്നുള്ളത്. ആ വെടിനിർത്തൽ കരാർ സാധ്യമാക്കിയതിനെ ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോട് അടുക്കുമ്പോൾ പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി വരാൻ പോകുന്ന തീരുമാനം ഒരുപക്ഷെ ട്രംപിന്റെ ഭാഗത്തു നിന്നായിരിക്കും. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് കരാർ ലംഘിച്ചുകൊണ്ട് യുദ്ധത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയുടെ പ്രതികരണം ലോകം ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയുടെ പ്രതിനിധി ഇപ്പോൾ അൽ ജസീറയോട് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോഴും അവിടെ സമാധാന കരാർ നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേൽ ഒരു കാരണവശാലും അവിടെ ആക്രമണം നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല. കരാർ നിലനിൽക്കുന്നുണ്ട്. കരാർ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും, നിലവിലുള്ള കരാർ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്. മൃതദേഹങ്ങളുടെ കൈമാറ്റം നടക്കുന്നുണ്ട്, ബന്ദികളുടെ കൈമാറ്റം നടക്കുന്നുണ്ട്, ഗസയ്ക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നുകളും അവിടേക്ക് എത്തുന്നുണ്ട്. ഇങ്ങനെ കരാർ പൂർണ്ണമായും നടന്നു പോവുകയാണ്. ആ സാഹചര്യത്തിൽ ഗസയിൽ ഇപ്പോൾ ആക്രമണം നടത്തേണ്ട സാഹചര്യമില്ല എന്നാണ് അമേരിക്കൻ പ്രതിനിധി അൽ ജസീറ മാധ്യമത്തോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടിരുന്നത് അത്തരത്തിൽ ആക്രമണത്തിലേക്ക് കടന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ സമാധാനം പുനഃസ്ഥാപിച്ചു എന്നുള്ള ആ വിശ്വാസത്തോടെ ഇവിടേക്ക് മടങ്ങിപ്പോയ ചിലരുണ്ട്. ആ ജനതയുടെ അവസ്ഥ എന്താണ്? ഇപ്പോൾ വരുന്ന ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ പ്രകാരം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ വ്യോമാക്രമണം ഇപ്പോൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 12ഓളം വിമാനങ്ങളുടെ നേതൃത്വത്തിലാണ് ഗസയിൽ ഇപ്പോൾ വ്യോമാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായ വ്യോമാക്രമണമാണ്. ഈ നെതന്യാഹു ഉത്തരവിട്ടതിന് ശേഷം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഗസയിലേക്ക് ഹമാസിന് നേരെ അതിരൂക്ഷമായ വ്യോമാക്രമണം ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഗസയിലേക്ക് തിരിച്ചെത്തിയത്. അവിടെ ഭക്ഷണത്തിന് വേണ്ടിയും മരുന്നിന് വേണ്ടിയും അലയുന്ന മനുഷ്യർക്കിടയിലേക്കാണ് ഇപ്പോൾ ഈ ആക്രമണം നടക്കുന്നത്. എന്തായാലും കരാർ പൂർണ്ണമായും നടപ്പായിട്ടില്ല എന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിൽ കരാർ പൂർണ്ണമായും നടപ്പിലായി ഗസയിൽ പുതിയ ഭരണകൂടം വന്ന് ഈ നിലവിലെത്തിയിട്ടുള്ള ആളുകൾ മുഴുവൻ ഒരു സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി അവരുടെ ആരോഗ്യത്തിലേക്കും അവർക്ക് കൃത്യമായ ഭക്ഷണത്തിലേക്കും ഒക്കെ എത്തുന്ന സാഹചര്യത്തിലേക്ക് ലോകം പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണം ഉണ്ടാകുന്നത്, ഈ തീരുമാനത്തിലേക്ക് പോകുന്നത്. തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ള മാത്രമല്ല, ഉടൻ തന്നെ വലിയ രൂപത്തിലുള്ള ആക്രമണവും ഇപ്പോൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ലോകം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ കൂടി ഉണ്ടാകേണ്ടതുണ്ട്. കാരണം കരാർ നിലവിലുണ്ട് എന്ന് അമേരിക്ക ഇപ്പോഴും ആവർത്തിക്കുമ്പോൾ ഈ കരാറിന്റെ ഭാവി എന്താണ്, കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ കരാർ നിലനിൽക്കുമ്പോൾ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുന്നു, അതും യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. ഏതാണ്ട് യുദ്ധം തന്നെ അവിടെ സംഭവിക്കുന്നു. ഏതാണ്ട് 2 വർഷത്തെ യുദ്ധമാണ് ഇപ്പോൾ അവസാനിച്ച് ആ കരാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ ആക്രമണവും ഈ കരാർ ലംഘനവും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും
എന്തായാലും ഹമാസ് കൂടി ആ ഒരു നിലപാടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ഗസ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. വീണ്ടും യുദ്ധമുണ്ടാകും. ഈ കരാർ പൂർണ്ണമായും ലംഘിക്കപ്പെടും. അവിടെ ഖത്തറും ഈജിപ്തും അമേരിക്കയും ചേർന്നെടുത്ത തീരുമാനങ്ങൾ ലംഘിക്കപ്പെടും എന്നുറപ്പാണ് പ്രവിധ. ശരി ശ്രീജിത്ത്, എന്തായാലും ഗസയിലെ സമാധാന കരാർ തകർന്നിരിക്കുന്നു. വീണ്ടും ആക്രമണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഉടൻ തന്നെ ആക്രമണം നടത്താനാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ട്. അതനുസരിച്ച് വ്യോമാക്രമണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ നൽകുന്ന വിവരം. ഇനി അമേരിക്കയുടെ ഇടപെടലാതെ ഏത് തരത്തിലാകുമെന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. മറ്റ് ഗൾഫ് വാർത്തകൾ നോക്കാം. ആഗോള നിക്ഷേപ സംഗമമായ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് റിയാദിൽ തുടങ്ങി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിക്ഷേപ സാധ്യതകളും വെല്ലുവിളികളുമാണ് ഉച്ചകോടി പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. വ്യാഴാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ നിരവധി പ്രഖ്യാപനങ്ങളുണ്ടാകും. വിവിധ കരാറുകളും ഒപ്പുവയ്ക്കും. സൗദി തലസ്ഥാനമായ റിയാദ് ആഗോള നിക്ഷേപത്തിന്റെയും നവീകരണത്തിന്റെയും ഭാവി നിർണ്ണയിക്കുന്ന സുപ്രധാന ചർച്ചകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. മരുഭൂമിയിലെ ദാവോസ് എന്നറിയപ്പെടുന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ 9ാമത് പതിപ്പിന്റെ ഉദ്ഘാടനം ഇന്ന് നടന്നു. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ ഗവർണറും ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനുമായ യാസിർ അൽ റുമയാൻ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള നിക്ഷേപകരും നേതാക്കളും ചിന്തകരും സാങ്കേതിക വിദഗ്ധരും ആദ്യ ദിവസം തന്നെ ഉച്ചകോടിയിൽ സംഗമിച്ചു. നിക്ഷേപകർക്ക് വലിയ രീതിയിലുള്ള സാധ്യതകളാണ് ഉച്ചകോടി നൽകുന്നതെന്ന് ഇറാം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് പറഞ്ഞു. ഓരോ കമ്പനികളുടെയും ഹെഡ് ഓഫ് കമാൻഡേഴ്സാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് സൗദി അറേബ്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ പുതിയ പുതിയ പ്രൊജക്റ്റുകളിലേക്ക് ഇൻവെസ്റ്റേഴ്സായിട്ട് വരാനും അതുപോലെ തന്നെ ടെക്നോളജി പാർട്ട്നേഴ്സായിട്ട് വരാനും സൗദി അറേബ്യയുടെ കൂടെ കൈകൊടുക്കാൻ എല്ലാ രാഷ്ട്രങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ വർഷത്തെ സംഗമം വളർച്ചയുടെ പുതിയ അതിർത്തികൾ തുറക്കുന്ന സമൃദ്ധിയുടെ താക്കോൽ എന്ന പ്രധാന വിഷയത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആഗോള സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നതിനുള്ള തന്ത്രങ്ങൾ രൂപപ്പെടുത്താനും സുസ്ഥിരമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകാനും ആദ്യ ദിനത്തിലെ ചർച്ചകൾക്ക് സാധിച്ചു. ഉച്ചകോടി തുടങ്ങിയത് ഇന്നലെയാണെങ്കിലും പ്രധാനപ്പെട്ട ചർച്ചകളും പ്രഖ്യാപനങ്ങളും ഒക്കെ നടക്കുന്നത് ഇന്നു മുതൽ 3 ദിവസങ്ങളിലാണ്. $60 ബില്യൺ നിക്ഷേപ കരാറുകൾ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. റിയാദിലെ കിങ് അബ്ദുൽ-അസീസ് ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. സൗദി ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ വിപുലമായ നിക്ഷേപ അവസരങ്ങൾ ഇപ്പോഴുണ്ടെന്ന് പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി. സൗദിയിൽ നിക്ഷേപ നിയമങ്ങളിൽ ഏറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും യൂസഫ് അലി പറഞ്ഞു. സൗദിയിലെ റിയാദിൽ നടക്കുന്ന ആഗോള നിക്ഷേപ സംഗമത്തിൽ 24നോടാണ് എം എ യൂസഫ് അലിയുടെ പ്രതികരണം. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവിന്റെ 9ാമത് പതിപ്പ് റിയാദിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തവണയും സജീവ സാന്നിധ്യമായി പ്രമുഖ വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി ഉണ്ട്. സമൃദ്ധിയുടെ താക്കോൽ എന്ന വിഷയത്തിലാണ് ഇത്തവണ ഈ ഉച്ചകോടി നടക്കുന്നത്. എന്തു പറയുന്നു ഇപ്പോൾ? ഈ 9 കൊല്ലമായി ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ലോകത്തെമ്പാടുമുള്ള ഭരണാധികാരികൾ, ലോകത്തെമ്പാടുമുള്ള ബിസിനസ്സുകാർ, ലോകത്തെമ്പാടുമുള്ള യങ് എൻ്റർപ്രനേഴ്സ്, സ്റ്റാർട്ടപ്പുകൾ, അങ്ങനെ എല്ലാവരുടെയും കൂടി ഒരു സമന്വയ മിക്സ് കോൺഫറൻസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ അവരുടെ സൗദിയുടെ 2030 വിഷൻ കൂടി ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും പ്രൊജക്റ്റ് ചെയ്യാണ്. ഒരുപാട് നിയമങ്ങൾ മാറ്റപ്പെട്ടു. ഇൻവെസ്റ്റേഴ്സിന് നല്ല ക്ലൈമറ്റാണിപ്പോൾ. ദിസ് ഈസ് ദ ബെസ്റ്റ് ടൈം ടു തിങ്ക് ടു ഇൻവെസ്റ്റ് ഇൻ ദ കിങ്ഡം ഓഫ് സൗദി അറേബ്യ ആൻഡ് ആൾസോ അതർ GCC കൺട്രീസ് ആൻഡ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ഞങ്ങളുടെ റീറ്റെയിൽ സെക്ടർ, ഞങ്ങളുടെ 2030 വിഷനിൽ ഞങ്ങൾ 100 ഷോപ്സ് എന്ന് പറഞ്ഞാൽ 2030 മുമ്പ് ഞങ്ങൾ 100 ഷോപ്പ് തയ്ക്കും. അതുകൂടാതെ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ പരിപാടി ഞങ്ങളിവിടെ ചിന്തിച്ച് ഇപ്പോൾ ഇന്നും നാളെയുമായിട്ട് അതിൻ്റെ ഫൈനലൈസേഷൻ നടക്കും. ഏതായാലും ഇന്ന് നടക്കുന്ന ഒരു പ്രത്യേക ഒരു സെഷനിൽ പ്രസംഗകനും കൂടിയ സ്പീക്കർ കൂടിയാണ് എം എ യൂസഫ് അലി. റിയാദിലെ കിങ് അബ്ദുൽ-അസീസ് ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഖത്തറിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്കുള്ള രജിസ്ട്രേഷൻ കാലയളവ് നവംബർ 15 വരെ നീട്ടിയതായി മതകാര്യ മന്ത്രാലയം അറിയിച്ചു. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ലഭിച്ച വലിയ പ്രതികരണവും പൊതുജനങ്ങളുടെ ആവശ്യവും പരിഗണിച്ചാണ് തീരുമാനം. കൂടുതൽ തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായ രീതിയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ ഇതുവഴി സാധിക്കും. രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുൻപ് ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടേണ്ടതുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ സാധ്യമാവില്ല എന്നും മന്ത്രാലയം അറിയിച്ചു.
ഖത്തറിലെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിലകൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വാണിജ്യ വ്യവസായ മന്ത്രാലയം പുതിയ സർക്കുലർ പുറത്തിറക്കി. മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി വിലകൾ രേഖപ്പെടുത്തുകയും നിശ്ചിത ഇടവേളകളിൽ പുതുക്കുകയും ചെയ്യണമെന്നാണ് നിർദ്ദേശം. വാണിജ്യ മേഖലയിലെ സുതാര്യതയും വിപണി നിരീക്ഷണ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഇതിലൂടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമെല്ലാം സംബന്ധിച്ച വില വിവരങ്ങളുടെ കൃത്യവും പുതുക്കിയതുമായ ദേശീയ ഡേറ്റാബേസ് രൂപപ്പെടുത്താനും സാധിക്കും. ഡിജിറ്റൽ പരിവർത്തന ശ്രമങ്ങൾക്കും വിപണി സുതാര്യതയ്ക്കും ഇത് ശക്തി പകരുമെന്നും മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര ഫുട്ബോളിന്റെ സ്ഥിരം വേദിയായി അറിയപ്പെടുന്ന ഖത്തർ അടുത്ത മാസം ലോക ഫുട്ബോളിലെ കൗമാര കുതിപ്പിന് വേദിയാവുകയാണ്. നവംബർ 3 മുതൽ 27 വരെ ദോഹയിൽ നടക്കുന്ന ഫിഫ അണ്ടർ-17 ലോകകപ്പ് ടൂർണമെന്റിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഒരു ദിവസം 8 മത്സരങ്ങൾ വീതം 104 മത്സരങ്ങളിലായി 48 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ആദ്യ ലോകകപ്പ് എന്ന പ്രത്യേകതയോടെയാണ് അണ്ടർ-17 ലോകകപ്പിന് ഇത്തവണ ഖത്തർ വേദിയാകുന്നത്. നവംബർ 3 ഗ്രൂപ്പ് എയിൽ ആതിഥേയരായ ഖത്തറും ഇറ്റലിയും തമ്മിലാണ് പ്രഥമ മത്സരം. ഗൾഫ് അറബ് മേഖലയിൽ നിന്ന് ആതിഥേയരായ ഖത്തറിന് പുറമെ സൗദി അറേബ്യയും UAEയും ഈജിപ്തും മാത്രമാണ് നാളത്തെ ലോക ചാമ്പ്യന്മാരെ കണ്ടെത്താനുള്ള മത്സരത്തിൽ ബൂട്ടണിയുക. നവംബർ 27 ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലോടെ ടൂർണമെന്റ് സമാപിക്കും. എല്ലാ മത്സരങ്ങൾക്കുമുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ ഓൺലൈൻ വഴി ലഭ്യമാക്കിയിട്ടുണ്ട്. 20 ഖത്തർ റിയാലിന്റെ ഡേ പാസ് ഓപ്ഷനുകൾ, ഏറ്റവും വാശിയേറിയ പ്രധാന മത്സരങ്ങൾക്കുള്ള പ്രൈം പാസ് റിസർവേഷനുകൾ, ഖത്തർ ദേശീയ ടീമിനെ പിന്തുണയ്ക്കുന്നവർക്കുള്ള ഫോളോ മൈ ടീം പാക്കേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. ഒരു മത്സര ദിവസം ഒരാൾക്ക് പരമാവധി 6 ടിക്കറ്റുകൾ വരെ വാങ്ങാൻ അവസരമുണ്ട്. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ആരാധകർക്കുള്ള റോഡ് ടു ഖത്തർ ടിക്കറ്റിംഗ് ആപ്പ് പ്രാദേശിക സംഘാടക സമിതി കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. മത്സരങ്ങൾ നടക്കുന്ന ആസ്പയർ സോൺ, ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്നിവിടങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിനും വാങ്ങിയ ടിക്കറ്റുകൾ ആക്സസ് ചെയ്യുന്നതിനും നിർബന്ധമായും ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മത്സരങ്ങൾ കാണാനെത്തുന്നവർക്ക് സമഗ്രമായ ഒരു ഡിജിറ്റൽ ടിക്കറ്റിംഗ് അനുഭവം നൽകുന്നതാണ് ഈ ആപ്പെന്നും ടിക്കറ്റുകൾ തടസ്സമില്ലാതെ കൈകാര്യം ചെയ്യാൻ ഇതുവഴി കഴിയുമെന്നും സംഘാടക സമിതി അറിയിച്ചു. സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ടിക്കറ്റുകൾ കൈമാറാൻ ആപ്പിൽ സൗകര്യമുണ്ട്. ആപ്പിൾ, ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിൽ ആപ്പ് ലഭ്യമായിരിക്കും. ഫിഫ അറബ് കപ്പ് 2025, ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് 2025 എന്നിവയുൾപ്പെടെ ഖത്തറിൽ വരാനിരിക്കുന്ന മെഗാ സ്പോർട്സ് ഈവന്റുകൾക്കുള്ള ഏകീകൃത ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമായി റോഡ് ടു ഖത്തർ ആപ്പ് പ്രവർത്തിക്കും. ആരാധകർക്ക് ഒരൊറ്റ ആപ്ലിക്കേഷനിലൂടെ എല്ലാ ടൂർണമെന്റുകളിലേക്കും തടസ്സമില്ലാതെ പ്രവേശനം ലഭ്യമാക്കുന്ന തരത്തിലാണ് ആപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. വെബ്സൈറ്റ് വഴി വാങ്ങുന്ന എല്ലാ ടിക്കറ്റുകളും റോഡ് ടു ഖത്തർ ആപ്പ് വഴി കൈകാര്യം ചെയ്യും. ഭിന്നശേഷിക്കാരായ ആരാധകർക്ക് വീൽചെയർ വഴി സഞ്ചരിക്കാവുന്ന ഇരിപ്പിടങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ടൂർണമെന്റ് വേദികളിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കുന്നതിന് ആക്സസ് ചെയ്യാവുന്ന ടിക്കറ്റുകളിൽ പാർക്കിംഗ് പാസും ഉൾപ്പെടും. അൻവർ പാലേരി, 24 ദോഹ. പെർഫെക്റ്റ് ഫുട്ബോൾ ക്ലബ് ഇന്റർ ലീഗ് 7 ടൂർണമെന്റ് സീസൺ 3യുടെ ജേഴ്സി ദോഹയിൽ പ്രകാശനം ചെയ്തു. ബ്രില്യന്റ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് MD അഷ്റഫ് AMPFC സാരഥി റഷീദ് ചേന്നമംഗലൂരിന് ജേഴ്സി കൈമാറി. ചടങ്ങിൽ അമീൻ കൊടിയത്തൂർ, ഇല്യാസ്, ബാക്കിർ, ഇർഷാദ്, അമീർ അലി, ഷഫീഖ് BV, ജാബിർ കീഴുപ്പറമ്പ്, യാസീൻ, മനാഫ്, ഷാഫി, ഷാക്കിർ AM, മുനീർ തുടങ്ങിയവർ സംബന്ധിച്ചു. നവംബർ 7, 14 തീയതികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 6 ടീമുകളിലായി 60ഓളം കളിക്കാർ പങ്കെടുക്കും. പൂർണ്ണമായും ഖത്തറിൽ താമസക്കാരായ കളിക്കാരെ മാത്രം ഉൾപ്പെടുത്തി നടത്തുന്ന മത്സരങ്ങൾ ഇറാൻ സ്കൂൾ ഗ്രൗണ്ടിൽ വൈകിട്ട് 7 മണി മുതൽ നടക്കും. കാണികൾക്കുള്ള പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ഖത്തറിലെ സാമൂഹിക പ്രവർത്തകനായിരുന്ന K. മുഹമ്മദ് ഈസയുടെ സ്മരണാർത്ഥം ഖത്തർ വാഴക്കാട് അസോസിയേഷൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഈസക്ക മെമ്മോറിയൽ വാഗ് റയാദ് കപ്പ് ടൂർണമെന്റിന്റെ ടൈറ്റിൽ ലോഗോ ദോഹയിൽ പ്രകാശനം ചെയ്തു. നവംബർ 14 ജെയിംസ് ഇന്റർനാഷണൽ സ്കൂൾ ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ്. ടൂർണമെന്റിന്റെ മുഖ്യ പ്രായോജകരായ റയാദ മെഡിക്കൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ കലാം ലോഗോ പ്രകാശനം നിർവഹിച്ചു. വാഗ് പ്രസിഡന്റ് അക്ബർ TP അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷാജഹാൻ TK, റയാദ മെഡിക്കൽ സെന്റർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഷഫീഖ്, ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ റഷീൽ PV എന്നിവർ നേതൃത്വം നൽകി. ഖത്തറിലെ മലയാളി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ടീൻ സ്പേസ് കൗമാര വിദ്യാർത്ഥി സമ്മേളനം സമാപിച്ചു. ഏഷ്യൻ ടൗൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ VIP ഹാളിൽ നടന്ന പരിപാടിയിൽ ഖത്തറിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 100-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ബിൻ സായിദ് ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ പബ്ലിക് റിലേഷൻസ് സെക്രട്ടറി ഡോക്ടർ മുക്താർ മുഹമ്മദ് മുക്താർ ഉദ്ഘാടനം ചെയ്തു. ഫാറൂഖ് ട്രെയിനിംഗ് കോളേജ് പ്രൊഫസർ ഡോക്ടർ ജൌഹർ മുനവർ പ്രഭാഷണം നിർവഹിച്ചു.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ജപ്പാൻ പ്രധാനമന്ത്രി സനി തക്കായിച്ചിയുമായി കൂടിക്കാഴ്ച നടത്തി. അപൂർവ ധാതുക്കളുടെ കൈമാറ്റത്തിനുള്ള സമയപരിധിയും നിയന്ത്രണവും ഇല്ലാതാക്കുന്നതിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കഴിഞ്ഞയാഴ്ച ജപ്പാൻ പ്രധാനമന്ത്രിയായ ശേഷമുള്ള സനി തക്കായിച്ചിയുടെ ആദ്യ സുപ്രധാന കൂടിക്കാഴ്ചയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ളത്. ഖനനത്തിലൂടെയും സംസ്കരണത്തിലൂടെയും അപൂർവ ധാതുക്കളുടെ വിതരണം സുരക്ഷിതമാക്കുന്നതിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. അപൂർവ ധാതുക്കളുടെ കയറ്റുമതിക്ക് മേൽ ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ജപ്പാനും അമേരിക്കയും തമ്മിലുള്ള ധാതു കരാർ ഏറെ പ്രസക്തമാണ്. ട്രംപും സനി തക്കായിച്ചിയും യോക്കോസുകയിലെ അമേരിക്കൻ നാവിക താവളം സന്ദർശിച്ചു. വിമാനവാഹിനി കപ്പലായ USS വാഷിംഗ്ടണിൽ നടന്ന ചടങ്ങിൽ ഇരുവരും സൈനികരെ അഭിസംബോധന ചെയ്തു. ജപ്പാൻ സന്ദർശനത്തിനു ശേഷം ട്രംപ് ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അപെക് ഉച്ചകോടിയിൽ ട്രംപ് കൂടിക്കാഴ്ച നടത്തും. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകം കണ്ട ഏറ്റവും വലിയ ചുഴലിക്കാറ്റുകളിലൊന്നായ മെലീസ കരീബിയൻ ദ്വീപ് രാജ്യമായ ജമൈക്കയിൽ കരതൊട്ടു. ജമൈക്കയിൽ വ്യാപക നാശനഷ്ടം സൃഷ്ടിക്കുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. മണിക്കൂറിൽ 185 മൈൽ വേഗതയിലാണ് കാറ്റ് വീശുന്നത്. ജമൈക്കയിൽ 3 പേർ, ഹൈതിയിൽ 3, ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ 1 എന്നിങ്ങനെ 7 മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻത ചുഴലിക്കാറ്റ് കരതൊട്ടു. ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണത്തിനും കരിങ്കപട്ടണത്തിനും ഇടയിലാണ് ചുഴലിക്കാറ്റ് വീശിയടിക്കുന്നത്. മണിക്കൂറിൽ ഏകദേശം 110 കിലോമീറ്റർ വരെ വേഗത്തിലാകും. ആദ്യ മണിക്കൂറിൽ മോൻത വീശിയടിക്കുകയെന്നാണ് മുന്നറിയിപ്പ്. ആന്ധ്രയിലും തെക്കൻ ഒഡീഷ തീരത്തും തമിഴ്നാട്ടിലും അതീവ ജാഗ്രത. 10,000-കണക്കിന് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. നിരവധി ട്രെയിൻ, വിമാന സർവീസുകൾ റദ്ദാക്കി. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. PM ശ്രീ വിവാദത്തിൽ CPIMന്റെ അനുനയ നീക്കം പാളുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന നിലപാടിൽ ഉറച്ച CPI. 2-അംഗ ഉപസമിതിയെ നിയോഗിക്കാമെന്ന CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നിർദ്ദേശത്തിന് CPI ഉപാധി വെച്ചു. ഉപസമിതിക്ക് മുൻപ് ധാരണാപത്രം മരവിപ്പിക്കണമെന്നും കേന്ദ്രത്തിന് കത്തയക്കണമെന്നുമാണ് ആവശ്യം. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല. PM ശ്രീയിൽ ഉടലെടുത്തത് രണ്ടാം പിണറായി സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയായി. മുഖ്യമന്ത്രിക്ക് പിന്നാലെ പ്രശ്നപരിഹാരത്തിനായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഇടപെട്ടെങ്കിലും ഫലം കണ്ടില്ല. പദ്ധതിക്കായി 2-അംഗ ഉപസമിതിയെ വയ്ക്കാമെന്ന നിർദ്ദേശം തള്ളിക്കളയാൻ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. ഉപസമിതിയെ നിയോഗിക്കുന്നതിന് മുൻപ് ധാരണാപത്രം മരവിപ്പിക്കണം. ഇതാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കുകയും അത് പ്രസിദ്ധപ്പെടുത്തുകയും വേണം. പദ്ധതിയിൽ നിന്ന് പിന്മാറാത്ത സാഹചര്യത്തിൽ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രിയും പാർട്ടിയും നിലപാടെടുത്തു കഴിഞ്ഞു. PM ശ്രീ വിവാദങ്ങളെ തള്ളുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചു. മതനിരപേക്ഷത ഉറപ്പിക്കുമെന്നും ദേശീയ നയത്തിലെ രാഷ്ട്രീയ ഉള്ളടക്കം അകറ്റി നിർത്തുമെന്നും പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ V ശിവൻകുട്ടി പറയുന്നു. സംസ്ഥാന കൗൺസിൽ ചേരുന്ന നവംബർ 4-ന് മുൻപ് സമവായ നീക്കത്തിനാണ് ശ്രമം. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിന്നാൽ സർക്കാരിന് കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്ന വിമർശനമുയരും. നവംബർ 1-ന് വിളിച്ചു ചേർക്കുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനവും ചോദ്യചിഹ്നമായി കഴിഞ്ഞു. 24 തിരുവനന്തപുരം. കാർഷിക സർവകലാശാല ഫീസ് വർധനവിൽ പ്രതിഷേധിച്ച് വൈസ് ചാൻസലർ B അശോകിന്റെ വീട്ടിലേക്ക് SFI പ്രതിഷേധം. B അശോകിന്റെ വീട്ടിലേക്ക് പ്രവർത്തകർ ചാടിക്കടക്കാൻ ശ്രമിച്ചു. SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കാർഷിക സർവകലാശാല VC ഡോക്ടർ B അശോകിന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിനിടെ AISFനെ പരിഹസിച്ച് SFI. AISF മൂക്കിൽ പഞ്ഞിയുമായി ശവപ്പെട്ടിയിൽ കിടന്ന സംഘടന. PM ശ്രീ വിഷയം വന്നപ്പോൾ തല പുറത്തേക്കിട്ടു. അങ്ങനെയുള്ളവർ SFIയെ വിമർശിക്കാനായിട്ടില്ല എന്നും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി SK ആദർശ് വിമർശിച്ചു. ഇപ്പോ നമ്മുടെ കേരളത്തിനകത്തെ ചില സമരങ്ങൾക്കകത്ത് വന്നുകൊണ്ട് ശവപ്പെട്ടിയിൽ ആണിയടിച്ച് മൂക്കിൽ പഞ്ഞി വെച്ച് കിടന്ന ഒരു സംഘടന AISF
ASF ഇങ്ങനെ മൂക്കിൽ പഞ്ഞു വെച്ച് പെട്ടിക്കകത്ത് കിടന്ന ASF ഇങ്ങനെ പാമ്പ് മാളത്തിൽ നിന്ന് പുറത്തേക്ക് തലയിട്ട് നോക്കും പോലെ ഇങ്ങ് പുറത്തേക്ക് വന്നിട്ട് SFIയെ വിമർശിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. പ്രിയപ്പെട്ട ASFകാരോട് ഞങ്ങൾക്ക് ചോദിക്കാറുള്ളത്, കാർഷിക സർവകലാശാലയ്ക്കകത്ത് വിദ്യാർത്ഥികൾ 3 ഇരട്ടിയും 4 ഇരട്ടിയും ഫീസ് വർധനവ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോ ഈ കേരളത്തിനകത്ത് ഒരു സമരം പോലും എടുക്കാൻ, ആ ആസ്ഥാനത്തേക്ക് ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ തയ്യാറാകാത്ത സംഘടനയുടെ പേരാണ് ASF. ടുഡേയുടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.